എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും എന്ത് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും എല്ലാവരും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുക. ലൈവിലൂടെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ടാണ് ലൈവിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്നത്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തരുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ അധിക ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. ലൈവിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ രീതിയിലൂടെ മാത്രമേ നിങ്ങൾ അമ്മ മാതാവിനോട് ആവശ്യങ്ങൾ സമർപ്പിക്കാനായിട്ട് പാടുള്ളൂ ലൈവിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാവും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. എല്ലാ ദിവസവും 7:30 വൈകിട്ട് 7:30 ലൈവ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈവിൽ നിങ്ങൾ കൃത്യം ആ സമയത്ത് തന്നെ നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അമ്മ മാതാവിനോട് സമർപ്പിക്കുക. അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതാണ്. അമ്മ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലൈവിലൂടെ നടത്തുന്നുണ്ട്. അതിനെയോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആവശ്യങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ ലൈവിൽ പങ്കെടുക്കുക. അമ്മ മാതാവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ മാതാവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അമ്മ മാതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അമ്മ മാതാവിനോട് സമർപ്പിച്ച് അമ്മ മാതാവിനോട് കൂടെയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ലൈവിന് വേണ്ടിയിട്ടുള്ള ഒരുക്ക പ്രാർത്ഥനയാണ്. ലൈവിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. അതിനുശേഷമായിരിക്കണം നിങ്ങൾ ലൈവിൽ പങ്കുചേരേണ്ടത്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മ മാതാവ് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് നൽകിയിരിക്കുന്ന 3 പ്രോമിസിലൂടെ ഈ മക്കളെ കൊണ്ടുപോകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കൾ അമ്മ മാതാവെ കടബാധ്യതയിലൂടെ പോകുന്നവരാണെങ്കിൽ അമ്മ മാതാവ് അവരുടെ കടബാധ്യത അമ്മ നീക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അവർക്ക് നല്ല സാമ്പത്തിക ഉയർച്ച അമ്മ ഇവരുടെ ജീവിതത്തിൽ നൽകണമേ. അമ്മ മാതാവെ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ലൈവിൽ പങ്കെടുത്ത് ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അമ്മ മാതാവ് ഓരോരുത്തരെയായിട്ട് കരങ്ങളിൽ താങ്ങി പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവെ ഓരോരുത്തരെ അമ്മ മാതാവ് കാണിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവെ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓരോ മക്കളെയും അമ്മ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതുമായിട്ട് അമ്മ മാതാവ് കാണിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവെ അമ്മ മാതാവ് എല്ലാ മക്കളോടും പറയുവാണ്, ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. അമ്മ മാതാവിനോട് ചേർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ലഭിച്ചൊരു അവസരമായിട്ടാണ് അമ്മ മാതാവ് ഇതിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ മാതാവ് എടുത്തു നീക്കും. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം അമ്മ മാതാവ് ഇടപെട്ട് പരിഹരിക്കണമേ. അമ്മ മാതാവേ അതുപോലെ തന്നെ ജോലി ലഭിക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ അതുപോലെ തന്നെ അമ്മ മാതാവേ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ താല്പര്യപ്പെടുന്ന മക്കൾ, ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് പോയി അവരുടെ ജോലി അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവിടെ ചെയ്യുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ അവർ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഈ മക്കളെ അനുവദിക്കരുതേ. അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവേ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ സാഹചര്യം മാറ്റിക്കൊണ്ട് അവരുടെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണം. അമ്മ മാതാവെ ശമ്പളം കൂട്ടിക്കിട്ടുവാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് അവർക്ക് ഒരുക്കി കൊടുക്കണമേ. അമ്മ മാതാവെ അതുപോലെ തന്നെ അമ്മ മാതാവെ മറ്റ് ജോലി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ ഈ മക്കളെ എല്ലാവരും അകമഴിഞ്ഞ് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം. അമ്മ മാതാവേ
അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, അത്തരത്തിലുള്ള മക്കൾ, ഏതെങ്കിലും തരത്തിലുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, അവരെല്ലാവരും അമ്മ മാതാവിൻ്റെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ മൂലം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം. അമ്മേ മാതാവേ, നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കണം. അമ്മേ മാതാവേ, ഏതെങ്കിലും നേഴ്സുമാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, PSC എക്സാമിന് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഒരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാനായിട്ട് ഈ മക്കളെ അനുവദിക്കരുത്. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗാവസ്ഥകൾ മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഈ മക്കളെ എല്ലാവരെയും തന്നെ അമ്മ മാതാവ് ലൈവിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളെ എല്ലാം ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അമ്മ മാതാവ് കാണിച്ചു തരുന്നതിനെ ഓർത്ത്, അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമായിട്ട് കാണിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ മക്കളെല്ലാം അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, വിവാഹ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ആ മക്കളുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ദമ്പതികൾ ഈ പ്രാർത്ഥനയിലൂടെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് നല്ലൊരു കുടുംബം അമ്മ മാതാവ് അവർക്ക് നൽകണമേ. അമ്മേ മാതാവേ, സന്തോഷവും സമാധാനവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെയും കുടുംബത്തിൽ അമ്മ മാതാവ് നൽകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഒരപകടവും കൂടാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ അമ്മ മാതാവ് കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, കിടപ്പിൽ ആയിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അവരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് സാധാരണ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ അമ്മ മാതാവ് വിടുവിക്കണമേ, അവരെ അമ്മ മാതാവ് രക്ഷിക്കണമേ. ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവരൊരു അറിയപ്പെടുന്നൊരു കുടുംബമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമായിട്ടും അമ്മ മാതാവ് അവരെ മാറ്റണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുകയാണ്. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അമ്മ മാതാവ് ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അമ്മ മാതാവ് രണ്ട് കരങ്ങളിലും അമ്മ മാതാവ് എടുത്തു പിടിച്ചതായിട്ട് കാണിച്ചു തരുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഇവർക്കൊരു അപകടവും കൂടാതെ അമ്മ മാതാവ് സുരക്ഷിതമായ കരങ്ങളിൽ അമ്മ മാതാവ് എടുത്തു പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഇവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് അമ്മ മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മ മാതാവ് ഇടപെടൽ നടത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മ ഇവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഇവരെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ മക്കളെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ടും അമ്മ മാതാവിനോട് നിങ്ങൾ സമർപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അമ്മ മാതാവിനോട് സമർപ്പിക്കുക. അമ്മ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. കാരണം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്, അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്.